തക്കാളി, പിന്നെ സവാള, പിന്നെ ഉരുളൻകിഴങ്ങ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടതിലേക്ക് ഈ കറി വയ്ക്കാൻ. ഇനി അടുത്തത് ഒരു സാധനം കൂടെ വേണം, പച്ചമുളക് വേണം. ഞാൻ എടുത്തേക്കുന്ന 2 പച്ചമുളക്, ചെറിയ 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത്രയും സാധനങ്ങൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ശകലം വെള്ളം ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഇത് 2 രീതിയിൽ വയ്ക്കും. ഒന്ന്, ചിലരിത് വറുത്തരച്ച് വയ്ക്കും, ചിലർ അല്ലാതെ പുളിയും മുളകും കണക്ക് വയ്ക്കും. ഇനി ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വേവിക്കാൻ വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം നല്ല കണക്ക് വെന്ത് വരും. അതിന് ശേഷം നമുക്ക് കിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ഉടച്ച് കൊടുക്കാം. നല്ല കണക്ക് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കിഴങ്ങുകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഉടച്ച് ചേർക്കുന്നത് കടുക് വറുക്കുന്ന ചീനിച്ചട്ടി. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചീനിച്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഞങ്ങൾ എണ്ണ ഒഴിച്ച് വയ്ക്കുന്ന കുപ്പി, പണ്ടത്തെ പാരഷൂട്ടിൻ്റെ കുപ്പി. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് അവിടെ പൊട്ടിത്തെറിക്കുമ്പോഴേക്കും നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായിട്ട്, എനിക്ക് കറി വയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. എനിക്ക് കടുക് വറുത്ത് ഒഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും എല്ലാ സാധനങ്ങളും വേണം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് കൊച്ചുള്ളി, എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ, കൊച്ചുള്ളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇനി അതെല്ലാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പം, ഇപ്പം ഇതിലിട്ടേക്കുന്നത് കൊച്ചുള്ളി മുളക് മാത്രമേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അതിൽ മണ്ണൊക്കെ കാണും. അപ്പം കറിവേപ്പില നല്ലതൊക്കെ കഴുകി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിനി ആ കറിയിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും, നല്ല എന്ന് പറഞ്ഞൊരു സൗണ്ട്. അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ തിളച്ച് ഒന്ന് പറ്റിയ കറിയിലേക്ക് നമുക്ക് ഈ താളിച്ചതൊന്ന്, അതായത് കടുക് വറുത്തതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നൊരു ശബ്ദം കേട്ടു. എനിക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.